ഹായ് വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ പാർട്ടാണ്. അതായത് കോശവുമായി ബന്ധപ്പെട്ടിട്ട് കോശമർമ്മം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പിൽ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം, നിങ്ങൾക്ക് അതുവഴി കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോശാംഗങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് കോശവിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ PSCയിൽ ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. LDCക്കും അതുപോലെ തന്നെ LGSനും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സാണത് വരുന്നത്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ എന്നറിയപ്പെടുന്നത്. കോശാംഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സാണ് നോക്കുന്നത്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. കോശാംഗങ്ങളിൽ ആദ്യമായി വരുന്നത് മൈറ്റോകോൺട്രിയയാണ്. ഓക്സിജൻ ഉപയോഗിച്ച് പോഷകഘടകങ്ങളെ ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. ഓക്സിജൻ ഉപയോഗിച്ച് പോഷകഘടകങ്ങളെ ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംഗം ഏതാണെന്ന് ചോദിച്ചാൽ മൈറ്റോകോൺട്രിയയാണ്. മൈറ്റോകോൺട്രിയ എന്ന പേര് നിർദ്ദേശിച്ചത് ബെൻഡ ആണ്. മൈറ്റോകോൺട്രിയ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ബെൻഡ. ATP സംശ്ലേഷണം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഭാഗം എന്നറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയയാണ്. ATP സംശ്ലേഷണം ഏറ്റവും കൂടുതൽ നടക്കുന്ന മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ്. മൈറ്റോകോൺട്രിയയിൽ ഊർജ്ജം സംഭരിക്കുന്നത് ATP തന്മാത്രകളാണ്. ATP സംശ്ലേഷണം ഏറ്റവും കൂടുതൽ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയയിൽ ഊർജ്ജം സംഭരിക്കുന്നത് ATP തന്മാത്രകളാണ്. ATPയുടെ പൂർണ്ണരൂപം എന്നറിയപ്പെടുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ്. ATPയുടെ പൂർണ്ണരൂപം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഏതൊരു ജീവിത പ്രക്രിയയ്ക്കും ATPയിൽ നിന്നാണ് ഊർജ്ജം ലഭിക്കുന്നത്. മൈറ്റോകോൺട്രിയ കൂടുതലായി കാണപ്പെടുന്നത് കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലാണ്. മൈറ്റോകോൺട്രിയ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലാണ്. കോശവിഭജനം വഴി അല്ലെങ്കിൽ വിഭജനം വഴിയാണ് മൈറ്റോകോൺട്രിയകൾ ഇരട്ടിക്കുന്നത്. മൈറ്റോകോൺട്രിയയ്ക്ക് ഇരട്ട സ്തരങ്ങളായ ബാഹ്യസ്തരവും ആന്തരസ്തരവുമുണ്ട്. അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയയുടെ ഉൾഭാഗത്തെ ബാഹ്യ അറയും ആന്തര അറയുമായി വേർതിരിക്കുന്നു. ആന്തര അറയിൽ മാട്രിക്സ് നിറഞ്ഞിരിക്കുന്നു. ആന്തരസ്തരത്തിൽ നിന്നും മാട്രിക്സിലേക്ക് കാണപ്പെടുന്ന ഉൾമടക്കുകളാണ് ക്രിസ്റ്റകൾ എന്നറിയപ്പെടുന്നത്. ആന്തരസ്തരത്തിൽ നിന്നും മാട്രിക്സിലേക്ക് കാണപ്പെടുന്ന ഉൾമടക്കുകളാണ് ക്രിസ്റ്റകൾ എന്നറിയപ്പെടുന്നത്. ഈ ക്രിസ്റ്റകളാണ് ആന്തരസ്തരത്തിൻ്റെ ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നത്. ഇനി മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിലും ക്രിസ്റ്റകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ടെന്നീസ് റാക്കറ്റിൻ്റെ ആകൃതിയിലുള്ള വസ്തുക്കളാണ് ഓക്സിസോമുകൾ. മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിലും ക്രിസ്റ്റകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ടെന്നീസ് റാക്കറ്റിൻ്റെ ആകൃതിയിലുള്ള വസ്തുക്കൾ അറിയപ്പെടുന്നത് ഓക്സിസോമുകൾ എന്നാണ്. രണ്ടാമതായി വരുന്ന കോശാംഗമാണ് അന്തർദ്രവ്യ ജാലിക. കോശദ്രവ്യത്തിൽ ജാലിക പോലെ വ്യാപിച്ചു കിടക്കുന്ന വളരെ ചെറിയ കുഴലുകളുടെ സമൂഹമാണ് അന്തർദ്രവ്യ ജാലിക എന്നറിയപ്പെടുന്നത്. കോശദ്രവ്യത്തിൽ ജാലിക പോലെ ഒരു ജനാല പോലെ വ്യാപിച്ചു കിടക്കുന്ന വളരെ ചെറിയ കുഴലുകളുടെ സമൂഹമാണ് അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്ന് അറിയപ്പെടുന്നത്. എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്ന പേര് നിർദ്ദേശിച്ചത് ക്ലൗഡ് ഫുല്ലമാണ്. എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ക്ലൗഡ് ഫുല്ലം. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് അന്തർദ്രവ്യ ജാലികയാണ്. അതായത് കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് ഈ അന്തർജാലികയിലൂടെയാണ്. അടുത്ത പോയിന്റ്, അന്തർദ്രവ്യ ജാലികയുടെ ഉൾഭാഗം അറിയപ്പെടുന്നത് ലൂമിനൽ ഭാഗം എന്നാണ്. അന്തർദ്രവ്യ ജാലികയുടെ ഉൾഭാഗം അറിയപ്പെടുന്നത് ലൂമിനൽ ഭാഗം. അന്തർദ്രവ്യ ജാലികയുടെ പുറം ഭാഗം അറിയപ്പെടുന്നത് എക്സ്ട്രാ ലൂമിനൽ ഭാഗം എന്നാണ്. അന്തർദ്രവ്യ ജാലികയുടെ ഉൾഭാഗം അറിയപ്പെടുന്നത് ലൂമിനൽ ഭാഗം എന്നും അന്തർദ്രവ്യ ജാലികയുടെ പുറം ഭാഗം അറിയപ്പെടുന്നത് എക്സ്ട്രാ ലൂമിനൽ ഭാഗം എന്നാണ്. അതുപോലെ തന്നെ ബാഹ്യപ്രതലത്തിൽ റൈബോസോമുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന അന്തർദ്രവ്യ ജാലികയാണ് പരുപരുത്ത അന്തർദ്രവ്യ ജാലിക എന്ന് അറിയപ്പെടുന്നത്. ബാഹ്യപ്രതലത്തിൽ റൈബോസോമുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന അന്തർദ്രവ്യ ജാലിക അറിയപ്പെടുന്നത് പരുപരുത്ത അന്തർദ്രവ്യ ജാലിക എന്നാണ്. ബാഹ്യപ്രതലത്തിൽ റൈബോസോമുകൾ കാണപ്പെടാത്ത അന്തർദ്രവ്യ ജാലികയാണ് മിനുസ അന്തർദ്രവ്യ ജാലിക എന്ന് അറിയപ്പെടുന്നത്. ബാഹ്യപ്രതലത്തിൽ റൈബോസോമുകൾ കാണപ്പെടാത്ത അന്തർദ്രവ്യ ജാലിക മിനുസ അന്തർദ്രവ്യ ജാലിക എന്നറിയപ്പെടുന്നു. ബാഹ്യപ്രതലത്തിൽ റൈബോസോമുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന അന്തർദ്രവ്യ ജാലിക പരുപരുത്ത അന്തർദ്രവ്യ ജാലിക എന്നും അറിയപ്പെടുന്നു. ഇനി പരുപരുത്ത അന്തർദ്രവ്യ ജാലികയുടെ ധർമ്മങ്ങൾ എന്നറിയപ്പെടുന്നത് മാംസ്യ സംശ്ലേഷണം, സ്രവിപ്പിക്കൽ എന്നിവയാണ്. പരുപരുത്ത അന്തർദ്രവ്യ ജാലികയുടെ ധർമ്മങ്ങളാണ് മാംസ്യ സംശ്ലേഷണം, സ്രവിപ്പിക്കൽ. അടുത്തത് മിനുസ അന്തർദ്രവ്യ ജാലികയുടെ ധർമ്മങ്ങൾ എന്നറിയപ്പെടുന്നത് ലിപ്പിഡുകളുടെ സംശ്ലേഷണം, ജന്തുകോശങ്ങളിൽ നിന്ന് സ്റ്റിറോയിഡ് ഹോർമോണുകളെ നിർമ്മിക്കുന്നു. മിനുസ അന്തർദ്രവ്യ ജാലികയുടെ ധർമ്മങ്ങൾ ലിപ്പിഡുകളെ സംശ്ലേഷണം ചെയ്യിപ്പിക്കുന്നു. അതുപോലെ തന്നെ ജന്തുകോശങ്ങളിൽ സ്റ്റിറോയിഡ് ഹോർമോണുകളെ നിർമ്മിക്കുന്നു.
പരിവരുത്താൻ ദ്രവ്യജാലികയുടെ ധർമ്മങ്ങൾ എന്താണ്? മാംസ്യ സംശ്ലേഷണം, സ്രവിപ്പിക്കൽ എന്നിവയാണ്. അടുത്തത് റൈബോസോം. പ്രോകാരിയോട്ടിക് കോശങ്ങളിലും യൂകാരിയോട്ടിക് കോശങ്ങളിലും കാണപ്പെടുന്ന സ്ഥരാവരണമില്ലാത്ത കോശാംഗമാണ് റൈബോസോം എന്നറിയപ്പെടുന്നത്. പ്രോകാരിയോട്ടിക് കോശങ്ങളിലും യൂകാരിയോട്ടിക് കോശങ്ങളിലും കാണപ്പെടുന്ന സ്ഥരാവരണമില്ലാത്ത കോശാംഗം. പ്രോകാരിയോട്ടിക് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളാണ്. യൂകാരിയോട്ടിക് കോശങ്ങൾ എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങളാണ്. ഈ പ്രോകാരിയോട്ടിക് കോശങ്ങളിലും യൂകാരിയോട്ടിക് കോശങ്ങളിലും കാണപ്പെടുന്ന സ്ഥരാവരണമില്ലാത്ത കോശാംഗമാണ് റൈബോസോം എന്നറിയപ്പെടുന്നത്. കോശത്തിൽ മാംസ സംശ്ലേഷണം നടക്കുന്ന ഭാഗം എന്നറിയപ്പെടുന്നതും റൈബോസോമാണ്. കോശത്തിൽ മാംസ സംശ്ലേഷണം നടക്കുന്നത് റൈബോസോമിൽ വെച്ചാണ്. റൈബോസോം കണ്ടെത്തിയത് എമിൽ പലേഡാണ്. റൈബോസോം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ എമിൽ പലേഡ്. റൈബോസോം നിർമ്മിച്ചിരിക്കുന്നത് RNA, പ്രോട്ടീനുകൾ എന്നിവ കൊണ്ടാണ്. റൈബോസോം നിർമ്മിച്ചിരിക്കുന്നത് RNAയും പ്രോട്ടീനുകളും കൊണ്ടാണ്. അടുത്തത് ഗോൾജി കോംപ്ലക്സ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തരസഞ്ചികൾ ആക്കുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ് എന്ന് അറിയപ്പെടുന്നത്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തരസഞ്ചികളിലാക്കുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ് എന്ന് അറിയപ്പെടുന്നത്. ഗോൾജി കോംപ്ലക്സ് കണ്ടെത്തിയത് കാമില്ലോ ഗോൾജിയാണ്. ഗോൾജി കോംപ്ലക്സ് കണ്ടെത്തിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ കാമില്ലോ ഗോൾജി. ഗോൾജി വസ്തുക്കൾ ഗ്ലോക്കോ പ്രോട്ടീനുകളുടെയും ഗ്ലോക്കോ ലിപ്പിഡുകളുടെയും പ്രധാന നിർമ്മാണ കേന്ദ്രങ്ങളാണ്. ഗോൾജി വസ്തുക്കൾ എന്നറിയപ്പെടുന്നത് ഗ്ലോക്കോ പ്രോട്ടീനുകളുടെയും ഗ്ലോക്കോ ലിപ്പിഡുകളുടെയും പ്രധാന നിർമ്മാണ കേന്ദ്രമാണ്. അതുപോലെ തന്നെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം എന്നറിയപ്പെടുന്നതും ഗോൾജി കോംപ്ലക്സ് ആണ്. കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്. അടുത്തത് ഫേനം. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗമാണ് ഫേനം. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗം എന്നറിയപ്പെടുന്നത് ഫേനമാണ്. അടുത്തത് ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ ഫേനം സംഭരിക്കുന്നു. ഫേനത്തിൽ സംഭരിക്കുന്നത് ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയാണ്. സസ്യകോശത്തിൻ്റെ ഏകദേശം 90% ഫേനമാണ്. സസ്യകോശത്തിൻ്റെ ഏകദേശം 90% ഫേനമാണ് കാണപ്പെടുന്നത്. അമീബകളിൽ വിസർജ്യത്തിന് സഹായിക്കുന്നത് സങ്കോച ഫേനമാണ്. അമീബകളിൽ വിസർജ്യത്തിന് സഹായിക്കുന്ന ഫേനം എന്നറിയപ്പെടുന്നത് സങ്കോച ഫേനമാണ്. അതുപോലെ തന്നെ പ്രോട്ടിസ്റ്റുകളുടെ കോശങ്ങളിൽ ആഹാര കണികകളെ വിഴുങ്ങുന്നത് മൂലം ഭക്ഷണഫേനം ഉണ്ടാകാറുണ്ട്. പ്രോട്ടിസ്റ്റുകളുടെ കോശങ്ങളിൽ ആഹാര കണികകളെ വിഴുങ്ങുന്നത് മൂലം ഭക്ഷണഫേനം ഉണ്ടാകാറുണ്ട്. അടുത്തത് സെൻട്രോസോം. കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം. കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന കോശാംഗം എന്നറിയപ്പെടുന്നത് സെൻട്രോസോമാണ്. അതുപോലെ തന്നെ സിലിണ്ടർ ആകൃതിയിലുള്ള 2 സെൻട്രിയോളുകൾ ചേർന്നതാണ് ഒരു സെൻട്രോസോം എന്നറിയപ്പെടുന്നത്. സിലിണ്ടർ ആകൃതിയിലുള്ള 2 സെൻട്രിയോളുകൾ ചേർന്നതാണ് സെൻട്രോസോം. അടുത്തത് ലൈസോസോം. ലൈസോസോം കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഡി ഡ്യൂവ് ആണ്. ലൈസോസോം കണ്ടുപിടിച്ച വ്യക്തിയാണ് ക്രിസ്ത്യൻ ഡി ഡ്യൂവ്. ഗോൾജി വസ്തുക്കളിൽ പാക്കേജിംഗ് പ്രക്രിയ വഴി ഉണ്ടാക്കപ്പെടുന്ന സ്തരത്താൽ ചുറ്റപ്പെട്ട ചെറിയ സഞ്ചികളാണ് ലൈസോസോമുകളെന്ന് അറിയപ്പെടുന്നത്. ലൈസോസോം എന്നറിയപ്പെടുന്നത് ഗോൾജി വസ്തുക്കളിൽ പാക്കേജിംഗ് പ്രക്രിയ വഴി ഉണ്ടാക്കപ്പെടുന്ന സ്തരത്താൽ ചുറ്റപ്പെട്ട ചെറിയ സഞ്ചികളാണ് ലൈസോസോമുകൾ. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ലൈസോസോമുകളുടെ ധർമ്മം എന്നറിയപ്പെടുന്നത്. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ലൈസോസോമാണ്. അതുപോലെ തന്നെ ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംഗങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഓട്ടോഫാഗി എന്നാണ്. ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംഗങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഓട്ടോഫാഗി എന്നാണ്. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ലൈസോസോമിൻ്റെ ധർമ്മം എന്നറിയപ്പെടുന്നത്. ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റു കോശാംഗങ്ങളെ നശിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഓട്ടോഫാഗി എന്നാണ്. അടുത്തത് ജൈവകണങ്ങൾ. സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ് എന്ന് അറിയപ്പെടുന്നത്. ജൈവകണങ്ങളെ വർണ്ണവസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത് ഹരിതകണം, വർണ്ണകണം, ശ്വേതകണം എന്നിവ.
നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ജൈവകണങ്ങളെ വർണ്ണവസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. ഹരിതകണങ്ങൾ, വർണ്ണകണങ്ങൾ, ശ്വേതകണങ്ങൾ. നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് വിവിധതരം ശ്വേതകണങ്ങളാണ്. അമൈലോപ്ലാസ്റ്റുകൾ കാർബോഹൈഡ്രേറ്റുകൾ സംഭരിക്കുന്നു. ഏലിയോപ്ലാസ്റ്റുകൾ എണ്ണയും കൊഴുപ്പുകളും സംഭരിക്കുന്നു. അല്യൂറോപ്ലാസ്റ്റുകൾ പ്രോട്ടീനുകൾ സംഭരിക്കുന്നു. 3 ശ്വേതകണങ്ങളാണ് വരുന്നത്. അമൈലോപ്ലാസ്റ്റുകൾ, അതുപോലെ തന്നെ ഏലിയോപ്ലാസ്റ്റുകൾ, അല്യൂറോപ്ലാസ്റ്റുകൾ. അമൈലോപ്ലാസ്റ്റുകൾ കാർബോഹൈഡ്രേറ്റുകൾ സംഭരിക്കുന്നു. ഏലിയോപ്ലാസ്റ്റുകൾ എണ്ണയും കൊഴുപ്പും സംഭരിക്കുന്നു. അല്യൂറോപ്ലാസ്റ്റുകൾ പ്രോട്ടീനുകൾ സംഭരിക്കുന്നു. അടുത്തത് ഹരിതകണത്തിൽ ഹരിതകം, കരോട്ടിനോയിഡ് എന്നീ വർണ്ണവസ്തുക്കൾ കാണപ്പെടുന്നു. ഹരിതകണത്തിൽ ഹരിതകം, കരോട്ടിനോയിഡ് എന്നീ വർണ്ണവസ്തുക്കളുണ്ട്. ഹരിതകം ഇരട്ട സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നവയാണ്. ഹരിതകം ഇരട്ട സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആന്തരസ്തരത്തിനകത്തുള്ള സ്ഥലമാണ് സ്ട്രോമ എന്നറിയപ്പെടുന്നത്. ഹരിതകത്തിൻ്റെ ആന്തരസ്തരത്തിനകത്തുള്ള സ്ഥലമാണ് സ്ട്രോമ എന്നറിയപ്പെടുന്നത്. സ്ട്രോമയിൽ ധാരാളം പരന്ന സ്തരസഞ്ചികൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ അറിയപ്പെടുന്നത് തൈലക്കോയിഡുകൾ എന്നാണ്. സ്ട്രോമയിൽ ധാരാളം പരന്ന സ്തരസഞ്ചികൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയാണ് തൈലക്കോയിഡുകൾ എന്ന് അറിയപ്പെടുന്നത്. ഹരിതകം ഇരട്ട സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിലെ ആന്തരസ്തരത്തിനകത്തുള്ള സ്ഥലമാണ് സ്ട്രോമ എന്നറിയപ്പെടുന്നത്. സ്ട്രോമയിൽ ധാരാളം പരന്ന സ്തരസഞ്ചികൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ അറിയപ്പെടുന്നത് തൈലക്കോയിഡുകൾ എന്നാണ്. അടുത്ത പോയിന്റ്, തൈലക്കോയിഡുകൾ ഒന്നിനു മുകളിൽ ഒന്നായി നാണയങ്ങൾ അടുക്കിയിരിക്കുന്നത് പോലെ കാണപ്പെടുന്നു. ഈ അടുക്കുകൾ ഗ്രാനം എന്ന് അറിയപ്പെടുന്നു. തൈലക്കോയിഡുകൾ ഒന്നിനു പുറമെ ഒന്നായി അടുക്കിയിരിക്കുന്നു. അവയാണ് എന്തറിയപ്പെടുന്നത്? ഈ അടുക്കുകളിനെ ഗ്രാനം എന്നറിയപ്പെടുന്നു. തൈലക്കോയിഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പരന്ന സ്തര നാളികളാണ് സ്ട്രോമ ലാമല്ല. തൈലക്കോയിഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പരന്ന സ്തര നാളികളാണ് സ്ട്രോമ ലാമല്ല എന്ന് അറിയപ്പെടുന്നത്. ഗ്രാനിയിലുള്ള വർണ്ണകങ്ങൾ ആണ് ഹരിതകം എ ആൻഡ് ബി, കരോട്ടിൻ, സാന്തോഫിൽ. ഗ്രാനം എന്ന് പറയുന്നത് തൈലക്കോയിഡുകൾ ഒന്നിനു മുകളിൽ ഒന്നായി നാണയങ്ങൾ പോലെ അടുക്കി വെച്ചിരിക്കുന്നത്. ഈ അടുക്കിനെയാണ് ഗ്രാനം എന്നറിയപ്പെടുന്നത്. ഗ്രാനിയിലുള്ള വർണ്ണകങ്ങളാണ് ഹരിതകം എയും ഹരിതകം ബിയും, കരോട്ടിൻ, സാന്തോഫിൽ എന്നിവ. തൈലക്കോയിഡുകൾക്കുള്ളിലുള്ള സ്ഥലം അറിയപ്പെടുന്നത് ലൂമൻ എന്നാണ്. തൈലക്കോയിഡുകൾക്കുള്ളിലുള്ള സ്ഥലമാണ് ലൂമൻ. അടുത്തത് ക്ലോറോപ്ലാസ്റ്റുകളുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എറ്റിയോപ്ലാസ്റ്റുകളാണ്. എറ്റിയോപ്ലാസ്റ്റുകളാണ് ക്ലോറോപ്ലാസ്റ്റുകളുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. വർണ്ണകണത്തിൽ കാണുന്നത് കൊഴുപ്പിൽ ലയിക്കുന്ന വർണ്ണവസ്തുക്കളായ കരോട്ടിനോയിഡുകളാണ്. വർണ്ണകണത്തിൽ കാണപ്പെടുന്നത് കൊഴുപ്പിൽ ലയിക്കുന്ന വർണ്ണവസ്തുക്കളായ കരോട്ടിനോയിഡുകളാണ്. വർണ്ണകണങ്ങൾ കാണപ്പെടുന്നത് പൂക്കൾ, പഴങ്ങൾ, പഴകിയ ഇലകൾ എന്നിവയിലാണ്. വർണ്ണകണങ്ങൾ പൂക്കൾ, പഴങ്ങൾ, പഴകിയ ഇലകൾ എന്നിവയിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ കരോട്ടിൻ, സാന്തോഫിൽ തുടങ്ങിയ കരോട്ടിനോയിഡുകൾ സസ്യഭാഗങ്ങൾക്ക് മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നീ നിറങ്ങൾ നൽകുന്നു. കരോട്ടിൻ, സാന്തോഫിൽ തുടങ്ങിയ കരോട്ടിനോയിഡുകൾ സസ്യഭാഗങ്ങൾക്ക് മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നീ നിറങ്ങൾ നൽകുന്നവയാണ്. അടുത്തതായി വരുന്നത് കോശവിഭജനമാണ്. പ്രോകാരിയോട്ടുകളിലെ കോശവിഭജനം അറിയപ്പെടുന്നത് ദ്വിവിഭജനം എന്നാണ്. പ്രോകാരിയോട്ട് എന്ന് പറയുന്നത് കോശങ്ങളില്ലാത്തത്, അതായത് മർമ്മങ്ങളില്ലാത്ത കോശങ്ങളാണ്. പ്രോകാരിയോട്ടുകളിലെ കോശവിഭജനം അറിയപ്പെടുന്നത് ദ്വിവിഭജനം എന്നാണ്. യൂകാരിയോട്ടുകളിലെ കോശവിഭജനം അറിയപ്പെടുന്നത് ക്രമഭംഗവും ഊനഭംഗവുമാണ്. യൂകാരിയോട്ട് എന്ന് പറയുന്നത് മർമ്മങ്ങളോട് കൂടിയ കോശങ്ങളാണ്. യൂകാരിയോട്ടുകളിലെ കോശവിഭജനം അറിയപ്പെടുന്നത് ക്രമഭംഗവും ഊനഭംഗവുമാണ്. കോശവിഭജന ഫലമായി ഉണ്ടാകുന്ന കോശങ്ങൾ അറിയപ്പെടുന്നത് പുത്രികാ കോശങ്ങൾ എന്നാണ്. കോശവിഭജനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കോശങ്ങളാണ് പുത്രികാ കോശങ്ങളെന്ന് അറിയപ്പെടുന്നത്. ശരീരകോശങ്ങളിലെ കോശവിഭജനം അറിയപ്പെടുന്നത് ക്രമഭംഗം എന്നാണ്. ശരീരകോശങ്ങളിലെ കോശവിഭജനം അറിയപ്പെടുന്നത് ക്രമഭംഗമാണ്, അതായത് മൈറ്റോസിസ് എന്ന് അറിയപ്പെടുന്നു. അടുത്ത പോയിന്റ്, പ്രത്യുൽപാദന കോശങ്ങളിലെ കോശവിഭജനം എന്നറിയപ്പെടുന്നത് ഊനഭംഗമാണ്. പ്രത്യുൽപാദന കോശങ്ങളിലെ കോശവിഭജനം അറിയപ്പെടുന്നത് ഊനഭംഗമെന്നും ശരീരത്തിലെ കോശവിഭജനം അറിയപ്പെടുന്നത് ക്രമഭംഗം എന്നാണ്. ഊനഭംഗം അറിയപ്പെടുന്നത് മിയോസിസ് എന്നാണ്. ക്രമഭംഗം മൈറ്റോസിസ് എന്ന് അറിയപ്പെടുന്നു. പ്രത്യുൽപാദന കോശങ്ങളിലെ കോശവിഭജനം ഊനഭംഗം, ശരീരത്തിലെ കോശങ്ങളിലെ കോശവിഭജനം അറിയപ്പെടുന്നത് ക്രമഭംഗം എന്നാണ്. ഊനഭംഗത്തിലൂടെ 4 പുത്രികാ കോശങ്ങളാണ് ഉണ്ടാകുന്നത്. ഊനഭംഗത്തിലൂടെ ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങൾ 4 എണ്ണമാണ്. ക്രമഭംഗത്തിലൂടെ ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങൾ 2 എണ്ണമാണ്. ഓക്കെ, ഊനഭംഗത്തിലൂടെ ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങൾ 4 എണ്ണവും ക്രമഭംഗത്തിലൂടെ ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങൾ 2 എണ്ണമാണ്. ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജന രീതി അറിയപ്പെടുന്നത് ഊനഭംഗം എന്നാണ്. ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജനം അറിയപ്പെടുന്നത് ഊനഭംഗമാണ്. അടുത്ത പോയിന്റ്,
കോശവിഭജന ഘട്ടത്തിൽ നടക്കുന്ന മാറ്റങ്ങളാണ് ന്യൂക്ലിയസിൻ്റെ വിഭജനം, അതുപോലെ തന്നെ കോശദ്രവ്യ വിഭജനം. കോശവിഭജന ഘട്ടത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ന്യൂക്ലിയസിൻ്റെ വിഭജനം, കോശദ്രവ്യ വിഭജനം എന്നിവയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കോശാംഗങ്ങളും അതുപോലെ തന്നെ കോശവിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നോക്കിയത്. PSL ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങൾ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.